Radio Lime News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. അഭിപ്രായ സർവേകളിൽ ഏറെ പിന്നിലായ കൺസർവേറ്റീവുകൾ പിടിച്ചു നിൽക്കാൻ വീണ്ടും കുടിയേറ്റക്കാരുടെ നെഞ്ചത്തേക്ക്. കുടിയേറ്റ വിസകൾക്ക് പരിധി നിശ്ചയിക്കുമെന്ന് പറഞ്ഞാണ് വിഷയത്തിൽ പ്രധാനമന്ത്രി ഋഷി സുനാക്കിന്റെ രംഗപ്രവേശം. തങ്ങളുടെ സർക്കാരിന് കീഴിൽ കുടിയേറ്റക്കാർക്ക് ലഭ്യമായ വിസകളുടെ എണ്ണം ഓരോ വർഷവും കുറയ്ക്കുമെന്ന് പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തു. വിദഗ്ധ മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിയുടെ ശുപാർശകളെ അടിസ്ഥാനമാക്കി ക്രമമായി എണ്ണം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള വാർഷിക സർക്കാർ നിർദ്ദേശങ്ങളിൽ എംപിമാർക്ക് ആദ്യമായി വോട്ട് ലഭിക്കും. സാധ്യമായ പരിധിക്കുള്ള കണക്കുകളൊന്നും നിർദ്ദേശിച്ചിട്ടില്ലെങ്കിലും ജൂലൈ 4 തിരഞ്ഞെടുക്കപ്പെട്ടാൽ കുടിയേറ്റം കുറയ്ക്കുന്നതിന് ധീരമായ നടപടി സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരേയൊരു പാർട്ടി തന്റേതാണെന്ന് സുനാക് അവകാശപ്പെട്ടു. കുടിയേറ്റം കുറയ്ക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് റിഫോം പാർട്ടിയെ നയിക്കാൻ താൻ മടങ്ങിവരുമെന്ന് നൈജൽ ഫാരേജ് പ്രഖ്യാപിച്ചതോടെയാണ് സുനാക്കിന്റെ പ്രഖ്യാപനം വന്നത്. ലേബറിന്റെ ഷാഡോ ഹോം സെക്രട്ടറിയായ എവൈറ്റ് കൂപ്പർ നെറ്റ് മൈഗ്രേഷൻ ട്രാവലിംഗിനെ ചൂണ്ടിക്കാണിക്കുകയും ടോറികൾ പരാജയപ്പെട്ട പ്രഖ്യാപനങ്ങൾ പുനരാവിഷ്കരിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തു. ചില യാഥാസ്ഥിതികർ ഇമിഗ്രേഷൻ തലങ്ങളിൽ അസന്തുഷ്ടരാണ്. യുകെയുടെ അതിർത്തികളുടെ മേൽ നിയന്ത്രണവും ഇമിഗ്രേഷൻ കണക്കുകൾ കുറയ്ക്കുന്നതും ഈ തിരഞ്ഞെടുപ്പിൽ ലേബറും ടോറികളും തമ്മിലുള്ള പ്രധാന യുദ്ധക്കളമായി കാണും. ഇടത് വിഭാഗങ്ങളുമായുള്ള ലേബർ പാർട്ടിയിലെ പോരാട്ടം വിജയത്തെ തടസ്സപ്പെടുത്തുമെന്ന ആശങ്കയിൽ ഡയാൻ ആബറ്റിനെ മത്സരത്തിനിറക്കാൻ മടിയില്ലെന്ന് കീർ സ്റ്റാർമർ. പൊതു തെരഞ്ഞെടുപ്പിൽ ലേബർ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനും വിജയിക്കാനും തന്നെയാണ് തന്റെ ഉദ്ദേശമെന്ന് ഡയാൻ ആബറ്റ് പ്രഖ്യാപിച്ചു. തനിക്ക് ലോർഡ്സിൽ സീറ്റ് ഓഫർ ചെയ്തെന്ന വാദങ്ങൾ ആബറ്റ് തള്ളിക്കളഞ്ഞു. ഇടത് എംപിമാർക്ക് ലോർഡ്സ് സീറ്റ് നൽകിയ മത്സരത്തിൽ നിന്നും പിൻവലിപ്പിക്കാൻ ശ്രമം നടക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ വസ്തുതാപരമായി തെറ്റാണെന്ന് സീനിയർ എംപി പറയുന്നു. താൻ ഇത്തരമൊരു ഓഫർ സ്വീകരിക്കാൻ തയ്യാറാകില്ലെന്നും ആബറ്റ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. സസ്പെൻഷനിൽ നിന്നും തിരിച്ചെത്തിച്ചെങ്കിലും ആബറ്റിനെ സ്ഥാനാർത്ഥിക്കുന്ന കാര്യത്തിൽ ലേബർ പാർട്ടിയിൽ തർക്കം ഉടലെടുത്തിരിക്കുന്നു. ദിവസങ്ങൾ നീണ്ട വാഗ്വാദങ്ങൾക്കൊടുവിൽ സ്ഥാനാർത്ഥിയാകാൻ തടസ്സമില്ലെന്ന് സ്റ്റാർമർ പ്രഖ്യാപിക്കുകയായിരുന്നു. തന്റെ ഹാക്നി നോർത്ത് ആൻഡ് സ്റ്റോക്ക് ന്യൂവിംഗ്ടൺ സീറ്റിൽ നിന്ന് തന്നെ മത്സരിക്കാനാണ് ആബറ്റിന്റെ നീക്കം. വിദേശ ജോലിക്കാരെ ചൂഷണം ചെയ്ത് ബ്രിട്ടീഷ് സോഷ്യൽ കെയർ ഏജൻസികൾ ഇല്ലാത്ത ജോലിക്ക് ആയിരക്കണക്കിന് പൗണ്ട് ഏജന്റുമാർക്ക് നൽകി യുകെയിലെത്തിയ മലയാളി നഴ്സുമാർ ഉൾപ്പെടെ നിരവധി പേരാണ് കുടുക്കിൽ ചാടിയിരിക്കുന്നത്. ജോലിയില്ലാതെ വന്നതോടെ തങ്ങളുടെ കടം വീട്ടാൻ പോലും ബുദ്ധിമുട്ടുകയാണ് അവർ. 11 വ്യത്യസ്ത കെയർ പ്രൊവൈഡർമാർക്കായി പ്രവർത്തിക്കുന്ന ഡസൻ കണക്കിന് ആളുകളാണ് യുകെ കെയർ ഹോമുകളിലും റെസിഡൻഷ്യൽ കെയറിലും ജോലി കരസ്ഥമാക്കാനായി ഏജന്റുമാർക്ക് വലിയ തോതിൽ പണം നൽകിയിരിക്കുന്നത്. എന്നാൽ യുകെയിലെത്തിയ ഇവർക്ക് പരിമിതമായ ജോലിയോ അല്ലെങ്കിൽ ജോലി ഇല്ലാത്ത അവസ്ഥയോ നേരിടേണ്ട ഗതികേടിലാണ് ഇപ്പോൾ. സ്വദേശത്ത് നിന്നും വീടും സ്ഥലവും ഉൾപ്പെടെ വിറ്റവരുണ്ട്. ലക്ഷങ്ങൾ കടം വാങ്ങി പണം ഏജന്റുമാർക്ക് നൽകിയവരും മിനിമം വേജിൽ താഴെ കൃത്യമല്ലാത്ത ജോലികൾ ചെയ്യേണ്ട ഗതികേടിലാണ് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കാഴ്ച പരിമിതിയുള്ളവർക്ക് ഏറ്റവും ഫലപ്രദമായി നിർദ്ദേശിക്കപ്പെട്ട ചികിത്സാ രീതിയാണ് കോർണിയ ട്രാൻസ്പ്ലാന്റ്. നേത്രദാനത്തിന് സമ്മതം നൽകുന്ന ആളുകളിൽ നിന്ന് ശേഖരിക്കുന്ന കോർണിയകളാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ വളരെ അപൂർവമായ ഒരു ചികിത്സാ വിജയത്തിന്റെ വാർത്തയാണ് NHSൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. സെറയിലെ ചോബാമിൽ നിന്നുള്ള സെസിൽ ഫാർലിയുടെ വലത് കണ്ണിന് ഏകദേശം 15 വർഷത്തോളം പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാഴ്ച സംരക്ഷിക്കാൻ അദ്ദേഹത്തോട് കോർണിയ ട്രാൻസ്പ്ലാന്റ് ആണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. എന്നാൽ മനുഷ്യ കോർണിയ ഉപയോഗിച്ച് അദ്ദേഹത്തിന് നടത്തിയ ആദ്യ ശസ്ത്രക്രിയ പരാജയപ്പെടുകയായിരുന്നു. മരണമടഞ്ഞ ആളുകളുടെ കോർണിയയുടെ ലഭ്യത കുറവ് കാരണം അദ്ദേഹത്തിന് ഏകദേശം 1 വർഷത്തോളമാണ് കാത്തിരിക്കേണ്ടി വന്നതും. എന്നാൽ NHS അദ്ദേഹത്തിന്റെ കാത്തിരിപ്പ് സമയം കുറയ്ക്കാൻ കൃത്രിമമായ കോർണിയ പിടിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിന്റെ ഫലമായി സെസിൽ ഫാർലിയുടെ ശസ്ത്രക്രിയ ലോക ആരോഗ്യ ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കുന്നതായി. കാരണം ലോകത്തിലെ തന്നെ ആദ്യത്തെ കൃത്രിമ കോർണിയ ട്രാൻസ്പ്ലാന്റിനായിരുന്നു അദ്ദേഹം വിധേയമായത്. സാങ്കേതിക പ്രശ്നം മൂലം ഒട്ടേറെ രക്ഷിതാക്കൾക്ക് ചൈൽഡ് ബെനിഫിറ്റ് പേയ്മെന്റ് ലഭിച്ചില്ലെന്ന റിപ്പോർട്ടുകൾ പുറത്ത്. ഏകദേശം 1.5 ലക്ഷം പേർക്ക് ലഭിക്കേണ്ട പേയ്മെന്റുകൾ തടസ്സപ്പെട്ടതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്നലത്തേക്ക് ഷെഡ്യൂൾ ചെയ്തിരുന്ന പേയ്മെന്റുകളിൽ ഏകദേശം 30% നടന്നിട്ടില്ല. ചൈൽഡ് ബെനിഫിറ്റ് കിട്ടാതിരുന്നതിനെക്കുറിച്ച് പലരും രൂക്ഷമായ പ്രതികരണമാണ് സമൂഹ മാധ്യമങ്ങൾ കൂടി നടത്തുന്നത്. പലരും ഭക്ഷണം വാങ്ങാനോ കുട്ടികളുടെ ബസ് ചാർജ് നൽകാനോ സാധിച്ചില്ല എന്നാണ് പരാതിപ്പെടുന്നത്. ചൈൽഡ് ബെനിഫിറ്റ് ലഭിക്കാത്ത ഉപഭോക്താക്കൾ HMRCയുമായി നേരിട്ട് ബന്ധപ്പെടേണ്ട എന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് സമൂഹ മാധ്യമങ്ങൾ കൂടി വിവരങ്ങൾ നൽകും. നിശ്ചിത പ്രായപരിധിയിലുള്ള കുട്ടികൾ അംഗീകൃത വിദ്യാഭ്യാസത്തിലോ പരിശീലനത്തിലോ ആണെങ്കിലാണ് ചൈൽഡ് ബെനിഫിറ്റ് ക്ലെയിം ചെയ്യാൻ സാധിക്കുക. ഒരു കുട്ടിക്ക് ഒരു രക്ഷിതാവിന് മാത്രമേ പേയ്മെന്റ് ലഭിക്കൂ. ഇനി നാട്ടിലെ വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ എക്സിറ്റ് പോളുകളെയെല്ലാം കാറ്റിൽ പറത്തിയുള്ള ഫലസൂചനകളാണ് ആദ്യ മണിക്കൂറുകളിലെങ്കിലും പുറത്തുവരുന്നത്.
ആദ്യ മിനിറ്റുകളിൽ NDA സഖ്യത്തിന് വലിയ മുന്നേറ്റം നടത്താനായിരുന്നെങ്കിൽ 1.5 മണിക്കൂർ പിന്നിടുമ്പോൾ ഇന്ത്യ സഖ്യവും ഒപ്പത്തിനൊപ്പം പിന്തുടരുകയാണ്. നിലവിലെ ഘട്ടത്തിലെങ്കിലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് NDA നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാന വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നിൽ പോയി എന്നുള്ളതായിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് ഈ കണക്ക് പുറത്തുവിട്ടത്. BJP കേന്ദ്രങ്ങളെ മാത്രമല്ല എതിർപ്പാളയങ്ങളെ പോലും ഞെട്ടിക്കുന്നതായിരുന്നു ഈ കണക്കുകൾ. എന്നാൽ ഇതേസമയം തങ്ങൾ പ്രതീക്ഷിച്ച മുന്നേറ്റം തന്നെയാണ് ഇതെന്നാണ് UP-യിലെ പ്രാദേശിക നേതാക്കളുടെ അവകാശവാദം. വാരണാസിയിലെ അമ്പരപ്പ് ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. നിലവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റുള്ളവരെ ബഹുദൂരം പിന്നിലാക്കി മുന്നേറുകയാണ്. നിലവിൽ 13,000-ലേറെ വോട്ടിന്റെ ലീഡാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ളത്. അധ്യാപക സംഘടനകളുടെ എതിർപ്പ് അവഗണിച്ച് 16 അധിക ശനിയാഴ്ചകൾ കൂടി ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ സ്കൂളുകളിൽ 220 അധ്യയന ദിനങ്ങളോടെ വിദ്യാഭ്യാസ കലണ്ടർ തയ്യാറാക്കി. QIP യോഗത്തിൽ 204 അധ്യയന ദിനങ്ങൾക്കാണ് ധാരണയായിരുന്നതെങ്കിലും 220 ആക്കണമെന്ന ഹൈക്കോടതി ഉത്തരവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. വിദ്യാഭ്യാസ കലണ്ടറിന്റെ പ്രകാശനം സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവ ചടങ്ങിൽ നടത്തുകയും ചെയ്തു. ജൂണിൽ 15, 22, 29 തീയതികളിൽ അധ്യയന ദിനങ്ങളാണ്. ജൂലൈ 20, 27, ഓഗസ്റ്റ് 17, 24, 31, ഒക്ടോബർ 5, 26, നവംബർ 2, 16, ജനുവരി 4, 25, ഫെബ്രുവരി 15, മാർച്ച് 1, 15, 22 എന്നീ ശനിയാഴ്ചകൾ അധ്യയന ദിവസങ്ങളാക്കുന്ന നിർദ്ദേശമാണ് QIP യോഗത്തിൽ സമർപ്പിച്ചത്. കാലവർഷം കേരളം തൊട്ടതിന് പിന്നാലെ കാലവർഷക്കാരന്റെ സഞ്ചാരപാതയിലും മാറ്റം. കേരളവുമായി ഒരു ബന്ധവുമില്ലാതെ ശ്രീലങ്കയ്ക്ക് മുകളിലൂടെ കടന്ന് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വീശുകയാണ് ഇപ്പോൾ. കാറ്റിന്റെ ഈ ഗതിമാറ്റമാണ് കാലവർഷത്തിൽ പൊതുവെ കാണാത്ത ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് വഴിവെച്ചത്. പടിഞ്ഞാറൻ കാറ്റിന്റെ സ്വാധീനക്കുറവും കിഴക്കൻ കാറ്റിന്റെ സാന്നിധ്യവുമാണ് ഇടിമിന്നൽ മഴയ്ക്ക് കാരണം. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കാലവർഷം കേരളത്തിലെത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. ശക്തമായ മഴയാണ് കഴിഞ്ഞ ദിവസം വരെ സംസ്ഥാനത്ത് ലഭിച്ചത്. ഇന്നലെ രാവിലെ മുതൽ മഴ മാറി നിൽക്കുകയാണ്. കിഴക്കൻ കാറ്റിന്റെ സ്വാധീനമുള്ളതിനാൽ കൂമ്പാരമേഘങ്ങൾ വ്യാപകമായി കാണപ്പെടുന്നുണ്ട്. മേഘവിസ്ഫോടനത്തിന് വരെ ഇടയാക്കാവുന്ന മഴയും ശക്തമായ ഇടിമിന്നലും പ്രതീക്ഷിക്കാമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു. കഴിഞ്ഞ ദിവസം തൃശൂരിൽ മിന്നലേറ്റ് 2 പേർ മരിച്ചിരുന്നു. ജില്ലയിലും ശക്തമായ ഇടിമിന്നലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. പരവൂരിൽ വീട്ടമ്മയ്ക്ക് പൊള്ളലേറ്റിരുന്നു. അറബിക്കടലിൽ നിന്ന് വഴിമാറിപ്പോയ കാലവർഷക്കാറ്റ് വൈകാതെ പഴയ സഞ്ചാരപാതയിൽ തിരിച്ചെത്തും. ഇനി സ്പോർട്സ് വാർത്തകൾ. ഫ്രാൻസ് സൂപ്പർ താരം കിലിയൻ എംബാപ്പെ റയൽ മാഡ്രിഡിൽ. ഫ്രാൻസ് ക്ലബായ PSG-യിൽ നിന്ന് ഫ്രീ ട്രാൻസ്ഫർ വഴി താരത്തെ ടീമിൽ എത്തിച്ചതായി റയൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. എംബാപ്പയും ഇക്കാര്യം സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. പ്രതിവർഷം ഏകദേശം 135 കോടി രൂപ എന്ന കണക്കിൽ 5 വർഷത്തേക്ക് റയലുമായി കരാർ ഒപ്പിട്ടെന്നാണ് സൂചനകൾ. നികുതി ഉൾപ്പെടെ ചേരുമ്പോൾ കരാർ കാലാവധിയിൽ എംബാപ്പയ്ക്കായി ക്ലബ്ബ് 900 കോടിയിലധികം ചെലവഴിക്കേണ്ടി വരുമെന്നും റിപ്പോർട്ടുകളുണ്ട്. PSG-യുമായുള്ള കരാർ കാലാവധി അവസാനിച്ചതോടെ ടീം വിടുമെന്ന് എംബാപ്പെ കഴിഞ്ഞ മാസം അറിയിച്ചിരുന്നു. ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. റയൽ മാഡ്രിഡിൽ ചേരുന്നതിന് അളക്കാനാവാത്ത അഭിമാനവും സന്തോഷവും ഉണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 106.89 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.